ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലും LDF സാമാന്യം ഭേദപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കി എന്നാണ്. 7 ജില്ലകളിൽ LDFനും 7 ജില്ലകളിൽ UDFനുമാണ് പ്രാമുഖ്യം കിട്ടിയത്. നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ വലിയ ജില്ലകൾ എന്ന് പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ 10 ജില്ലകളാണ് നമ്മൾ പ്രധാനമായിട്ടും ജനസംഖ്യാനുപാതികമായിട്ട് വലിയ ജില്ലകൾ എന്ന് പറയുന്നത്. ചെറിയ ജില്ലകൾ എന്ന് പറയുന്നത് കാസർഗോഡ്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട. ഈ 7 ജില്ലകളിൽ UDF, 7 ജില്ലകളിൽ LDFും ജയിച്ചു എന്ന് പറയും. നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ വലിയ ജില്ലകളിൽ ആണ് LDF കൂടുതൽ ജയിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതുപോലെ തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ. കോഴിക്കോട് ജില്ലയിൽ ചെറിയ വ്യത്യാസത്തിലാണ് അവർക്ക് ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടത്. പിന്നെ ചെറിയ ജില്ലയായിട്ട് അവർക്ക് കിട്ടിയത് കാസർഗോഡ് മാത്രമാണ്. നേരെ മറിച്ച് UDFന് കിട്ടിയത് അധികം ചെറിയ ജില്ലകളാണ്. എറണാകുളവും മലപ്പുറവും കോഴിക്കോടും കഴിച്ചാൽ പിന്നെ കിട്ടിയിട്ടുള്ളത് വയനാട്, പത്തനംതിട്ട, ഇടുക്കി പോലെയുള്ള ജില്ലകളാണ്. കോട്ടയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 7-7 എന്ന് പറഞ്ഞാൽ LDFനോട് അല്പം ഒരു പണത്തൂക്കം മുന്നിലെന്ന് നമുക്ക് പറയാം. LDFന് ഇപ്പോഴും കളി കയ്യിൽ നിന്ന് പോയിട്ടില്ല. ആഞ്ഞു പിടിച്ചാൽ ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഭരണത്തോടുള്ള വലിയ വിപരീത വികാരമുണ്ട്. അതാണ് LDFൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു തടസ്സം, ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമാണ്. അതില്ലെങ്കിൽ LDFന് ഇപ്പോൾ പോലും ഈ മത്സരം കയ്യിൽ നിന്ന് പോയിട്ടില്ല. അവർക്ക് ഫൈറ്റ് ചെയ്ത് വരാം.